കോഴിക്കോട് ചേവരമ്പലത്ത് വെള്ളക്കെട്ടിൽ വീണയാളെ തിരിച്ചറിഞ്ഞു. സ്വിഗ്ഗി ജീവനക്കാരനായ എലത്തൂർ സ്വദേശി എം രഞ്ജിത്താണ് മരിച്ചത്. ബൈപ്പാസ് ജംഗ്ഷനിൽ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി നിർമ്മിച്ച കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണായിരുന്നു അപകടം. സിനു തോമസ് വിവരങ്ങൾ. സുജയ പാർവതി, രാവിലെ ചെറിയൊരു ആശയക്കുഴപ്പം പോലീസിനും ഉണ്ടായിരുന്നു. കാരണം ഈ മൃതദേഹം പരിശോധിച്ച സമയത്ത് പേഴ്സിൽ ഉണ്ടായിരുന്നത് ഉമ്മളത്തൂർ സ്വദേശിയുടെ രേഖകളാണ്. പാൻ കാർഡ്, ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളുണ്ടായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അത് മരിച്ചത് എലത്തൂർ സ്വദേശിയായ എം രഞ്ജിത്താണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വണ്ടിയുടെ RC പരിശോധിച്ചപ്പോഴും രഞ്ജിത്തിൻ്റെ പേരിലായിരുന്നു. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഉമ്മളത്തൂർ സ്വദേശിയുടെ രേഖകൾ ഒരു മാസം മുൻപ് കാണാതായിരുന്നു. അതാണ് രഞ്ജിത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് പോലീസ് സ്ഥിരീകരിച്ചു. അതെങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്താണ്. അതായത് ഒരു മരണം സംഭവിച്ച ശേഷമാണ് ദേശീയപാത അതോറിറ്റി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വന്ന സമയത്താണ് ഈ കാണുന്ന കോൺക്രീറ്റ് ബീം ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. നാട്ടുകാർ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഇവിടെ വേണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഒരു മരണം നടന്നതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യുന്നത്. അതായത് ഈ കാണുന്ന വെള്ളക്കെട്ടിലാണ് ഈ ബൈക്ക് മറിഞ്ഞ് വന്ന് വീണ് രഞ്ജിത്ത് മരിക്കുന്നത്. നേരെ കാണുന്നതാണ് ദേശീയപാത ബൈപ്പാസ് എന്ന് പറയുന്നത്. 6 വരി ബൈപ്പാസാണ്. ഈ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടാണ് കോട്ടൂളിയിൽ നിന്ന് ചേവരമ്പലത്തേക്ക് റോഡ് ഈ ബൈപ്പാസ് മുറിച്ച് കടന്നു പോകുന്നത്. അങ്ങനെ പോയ രഞ്ജിത്താണ് അപകടത്തിൽപ്പെടുന്നത്. നേരെ ഈ ദേശീയപാത ബൈപ്പാസ് ക്രോസ് ചെയ്ത് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ വരുന്ന കാണാം ദൃശ്യങ്ങളിൽ. ആ ഓട്ടോറിക്ഷ വരുന്നത് പോലെ ഈ ബൈക്ക്, രഞ്ജിത്തിൻ്റെ ബൈക്ക് നേരെ വരുന്നു. നേരെ വന്ന് വീഴുന്നത് ഈ വെള്ളക്കെട്ടിലേക്കാണ്. ദേശീയപാതയുടെ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയാണ് ഇവിടെ കുഴിയെടുത്തത്. നിർമ്മാണത്തിന് വേണ്ടി പൈപ്പ് ഇട്ടു, എന്നിട്ടും ഇത് മൂടിയില്ല. നാട്ടുകാർ പലതവണ പറഞ്ഞതാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണം ഒരുക്കണമെന്ന് പറഞ്ഞതാണ്. വെറും ഫൈബറിൻ്റെ ഒരു ബാരിക്കേഡ് മാത്രമാണ് വെച്ചത്. ആ ഫൈബറിൻ്റെ ബാരിക്കേഡിനിടയിലൂടെയാണ് രഞ്ജിത്ത് വന്ന് കുഴിയിലേക്ക് വീഴുന്നത്. ഒടുവിൽ ഇപ്പോഴാണ് ചേട്ടാ ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത്. ഇത് ഒരു ആഴ്ച മുമ്പേ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ആൾ വന്നിട്ട് ഇതിൽ വീണ് കൈ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഇവരെ അതോറിറ്റീൻ്റെ സ്റ്റാഫിനോട് നമ്മൾ പറഞ്ഞ് ഇനി ഒരാൾ വീണ് മരിക്കേണ്ടി വരും, എന്നാലേ നിങ്ങൾ ഇതൊക്കെ എടുത്ത് വെക്കുള്ളൂ എന്ന് വെച്ച്. അതായത് ഇപ്പം കിടക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം അത് അങ്ങനെ തന്നെ അവിടെ കിടക്കുന്ന, അവിടുന്ന് കോട്ടുപുളി ഭാഗത്ത് നിന്ന് വരുന്ന ഒരു 2 വീലർ ആണെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇവിടെ വെളിച്ചമില്ല. കുറച്ച് മുമ്പേ ഈ സെൻറ്ററിലുള്ള ഒരു മഞ്ഞ ലൈറ്റ് കത്തിയിരുന്നു. ഇപ്പോൾ അത് ഓഫായിട്ട് ഒരു 4-5 ദിവസമായി. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു 2 വീലർ വന്ന് കഴിഞ്ഞിട്ട് വീഴുന്നത്. ആ കക്ഷി അവിടുന്ന് 2 വീലർ ഇതിൻ്റെ മുമ്പ് ഒരു ഇന്നോവ വന്ന് തട്ടി. ഇന്നോവ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിറയെ ഇതിൻ്റെ മുമ്പ് ഒരു 2 വീലർ ക്രോസ് ചെയ്തിട്ട് 3 കുട്ടികൾ ഒരുമിച്ച് മരിച്ച്. ഒരാൾ മാത്രം അതിൽ കഴിച്ചിലായത്. അത് കുറച്ച് മുമ്പേ, ഇത് ഓപ്പൺ ആകുന്നതിൻ്റെ മുമ്പേ. നമുക്ക് ക്യാമറ പുറകോട്ട് തിരിച്ചാൽ കാണാം. ക്രെയിൻ കൊണ്ടുവന്നിട്ട് ദേശീയപാത അതോറിറ്റി കോൺക്രീറ്റ് ഒരാൾ മരിച്ച് കഴിഞ്ഞതിന് ശേഷം അത് വെക്കുന്നത്. അതിൻ്റെ മുമ്പേ വരെ ഇത് വെക്കുകയാണെങ്കിൽ ആ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. ഒരുപാട് വിഷമങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ്. റെഡ് കളറുള്ള ഫൈബറിൻ്റെ ഇത് ക്യാമറ അവിടേക്ക് നോക്കിയാൽ കാണാം. ഫൈബറിൻ്റെ അതുണ്ട്. അത് ഇപ്പോൾ അവർ എടുത്തു മാറ്റിയിട്ട് അതിന് പകരമാണ് കോൺക്രീറ്റിൻ്റെ ഭിത്തി കൊണ്ട് വെക്കുന്നത്. ഈ ഭിത്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ രഞ്ജിത്തിൻ്റെ ബൈക്ക് വന്ന് ഇടിച്ച് ഈ വെള്ളക്കെട്ടിലേക്ക് വീഴില്ലായിരുന്നു. ഈ ഭിത്തി വെച്ചാൽ മാത്രം പോരാ, രാത്രി കാണുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ വെക്കണം എങ്കിലേ ഉള്ളൂ. ജസ്റ്റ് ആ പ്ലാസ്റ്റിക്കിൻ്റെ അന്ന് ഞങ്ങളൊരു 3-4 ആ പറമ്പ് കിടക്കുന്നതാണ്, അതൊന്നും എടുത്ത് വെക്കിയെന്ന് ഞങ്ങൾ അന്ന് അവരോട് പറഞ്ഞ. അതേമാതിരി ഇതാ ഈ കമ്പി അന്ന് അവിടുന്ന് എടുത്തു മാറ്റാൻ വേണ്ടി പറഞ്ഞു. ഈ കമ്പിയിലേക്ക് ഇപ്പോൾ ഒരു 2 വീലറുകാരൻ വന്ന് വീണ് കഴിഞ്ഞാൽ ഇവൻ്റെ വയറിൽ കൂടെ കയറിപ്പോവും ഈ സാധനം. ഇതുണ്ട് സുജ, ഇത് റിബൺ കെട്ടിവെച്ചൊരു കമ്പിയാണ്. ഇത് റോഡിൻ്റെ സൈഡിലുള്ള കമ്പിയാണ്. ഒരു ബൈക്കുകാരൻ വന്ന് അത് തിളങ്ങുന്നും കൂടിയില്ല. അപ്പം ഇങ്ങനെ ഒരു കമ്പി ഉള്ളത് ഈ കോൺക്രീറ്റിൻ്റെ ഭിത്തിൻ്റെ മുന്നേ കിടക്കുന്നുണ്ട്. ഇത് ഇനിയിപ്പോൾ ഭിത്തി ഉള്ളതിനെ കൊണ്ടാണ് ഇപ്പോൾ ഇത് വരിക. അല്ലെങ്കിൽ ഒരു ബൈക്ക് വന്ന് ഇടിച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് വീണ അപകടം ശരീരത്തിലേക്ക് കയറും. അതാണ് ഉണ്ടാവുക. തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മിക്കുന്നത്. അശാസ്ത്രീയമായി തന്നെയാണ് ഇത്. അഥവാ ഇവർ ശരിക്കും ഈ മെയിൻ റോഡ് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പണി ഫിനിഷ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് അതിനുള്ള സംരക്ഷണ ഭിത്തി ഇവർ ആദ്യം ഉണ്ടാക്കണം. ഇത് ആദ്യം ഈ കോൺക്രീറ്റിൻ്റെ ഈ ഭിത്തി ആദ്യം ഇത് വെക്കുകയാണെങ്കിൽ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു. സുജി, അതായത് ഇവിടെ ക്യാമറ തിരിച്ചാൽ കാണാം, പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഈ പൈപ്പ് ഇട്ടിട്ട് മാസങ്ങളായി. കുറേ മാസമല്ല പൈപ്പ് ഇട്ടിട്ട്? മാസങ്ങളായി. 4 മാസമായി. അന്ന് തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ 4 മാസം മുൻപിട്ട പൈപ്പാണ്. വേണമെങ്കിൽ ഇവർക്ക് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത റോഡ് ലെവൽ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടുള്ളി ഭാഗത്തുനിന്ന് വാഹനങ്ങൾ വരുമ്പോൾ അപകടമില്ലാതെ സുഖമായി ചാവേർ ഭാഗത്തേക്ക് മുറിച്ച് കടന്ന് പോകാമായിരുന്നു. ഈ പൈപ്പ് ഇട്ട ശേഷവും ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. ഇനി പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ കൂടി ഇവിടെ അവർക്ക് സുരക്ഷ ഒരുക്കാമായിരുന്നു. ഈ കോൺക്രീറ്റ് മരിച്ചത് സ്വിഗ്ഗി ജീവനക്കാരനായ രഞ്ജിത്ത്. ആ അപകടശേഷമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ സിനോജ് തത്സമയം പ്രേക്ഷകരെ കാട്ടിത്തന്നത്.